എത്ര വളം ചെയ്തിട്ടും നിങ്ങളുടെ ബോഗൺവില്ല പൂക്കുന്നില്ലേ? എങ്കിൽ നിങ്ങൾ ഈ 5 കാര്യങ്ങളിലെ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കുന്നുണ്ടാവും. ബോഗൺവില്ല ചെടികൾ നിറയെ പൂത്തു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ലളിതമായ എന്നാൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെളിച്ചത്തിൻ്റെ കുറവാണ്. ബോഗൺവില്ല ചെടിക്ക് ദിവസം കുറഞ്ഞത് 5-6 മണിക്കൂറോളം സൂര്യപ്രകാശം ആവശ്യമാണ്. സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ പൂവിടാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ നല്ല വെളിച്ചം, അതായത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് ചെടി വെക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൂവുണ്ടാവും. രണ്ടാമതായി കമ്പ് മുറിക്കാനുള്ള മടി, അതായത് പ്രൂണിങ് ചെയ്യാനുള്ള മടി. പഴയ ശാഖകളിൽ നിന്ന് പൂക്കൾ വളരെ കുറവായിരിക്കും. പുതിയ ശാഖകളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. കമ്പ് മുറിച്ച് കഴിഞ്ഞാൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ. പൂക്കളൊക്കെ വാടിപ്പോയ ശേഷം ചെടിയുടെ ശാഖകൾ മുറിച്ച് മാറ്റുക. ഇത് പുതിയ ശാഖകൾ ഉണ്ടാകാനും അതിൽ പുതിയ പൂക്കൾ ഉണ്ടാകാനൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അടുത്തതായിട്ടുള്ള കാരണം, അതായത് മൂന്നാമതായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള വെള്ളം നൽകുന്നത്. ബോഗൺവില്ലയ്ക്ക് വെള്ളം കുറച്ചാൽ മാത്രമേ പൂവിടാനുള്ള ഒരു ഷോക്ക് ലഭിക്കുള്ളൂ. ഷോക്ക് ലഭിച്ച് പൂമുട്ടുകൾ വരും. അമിതമായി വെള്ളം നൽകിയാൽ ചെടിയുടെ ഇലകളിൽ മാത്രം നിറഞ്ഞു വരാനാണ് സാധ്യത. ഇതിന് ഏത് രീതിയിലാണ് പരിഹാരം കാണേണ്ടത്? മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. അതായത് ഇങ്ങനെ മണ്ണ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം വെള്ളം നൽകുക. ഒരു 3 ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇലകളൊക്കെ വാടിയിട്ട് ഇങ്ങനെ തളർന്നു നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രം നമ്മൾ ചെടിച്ചട്ടിയുടെ കടക്കലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൂവുണ്ടായിട്ട് നിൽക്കുന്ന ചെടികളാണെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ മുകളിലേക്ക് ഒട്ടും വെള്ളമാവാൻ പാടില്ല. ആ മണ്ണ് മാത്രം നനയുന്ന രീതിയിൽ മാത്രമേ നനച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ നനയുടെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കണം. എന്നാലേ ഈ തരത്തിൽ ഇല ഇല്ലാതെ പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു ടിപ്പ്. അടുത്ത കാരണമായിട്ട് നമുക്ക് വലിയ ചട്ടികൾ തിരഞ്ഞെടുക്കുന്നതും പൂക്കൾ ഉണ്ടാവാത്തതിനുള്ള ഒരു വലിയ കാരണമാണ്. അതായത് ഇതിൽ ഇത്രയും വലിയ ചട്ടിയുടെ ആവശ്യം നമുക്കില്ല. ചെടികൾക്ക് വളരെ വലിയ ചട്ടികൾ നൽകിയാൽ അതിൻ്റെ വേരുകൾ കൂടുതൽ മണ്ണിലേക്ക് പടർന്ന് ഇലകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതിന് പരിഹാരമായിട്ട് ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള അല്പം ചെറിയ ചട്ടികളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് വേരുകൾ ചട്ടിയിൽ നിറഞ്ഞ് ചെടികൾ പൂവിടാൻ നിർബന്ധിതമാകും. അങ്ങനെയാണ് ചെറിയ ചട്ടികളിലുള്ള കമ്പ് പോലും നല്ല പൂക്കൾ ഉണ്ടായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നത്. അഞ്ചാമതായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നൈട്രജൻ വളങ്ങളുടെ അധിക ഉപയോഗം. ചില ജൈവവളങ്ങളിൽ നൈട്രജൻ കൂടുതലായിരിക്കും. പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങുന്ന ആ സമയത്തിൽ നമ്മൾ നൈട്രജൻ കൂടുതലുള്ള വളങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരമായിട്ട് ചെടികൾക്ക് പൊട്ടാസ്യവും ഫോസ്ഫറസും കൂടുതലുള്ള വളങ്ങൾ മാത്രം നൽകുക. ഈ പൊട്ടാസ്യം ഫോസ്ഫറസും കൂടുതലായിട്ടുള്ള വളങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ പഴത്തൊലിയിൽ നന്നായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. പഴത്തൊലി ഉണക്കി പൊടിച്ചിട്ട് ഇതിൻ്റെ കടക്കൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മണ്ണ് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ കടക്കൽ പഴത്തൊലി ഉണക്കി പൊടിച്ചതോ അല്ലെങ്കിൽ നേരിട്ടോ ഇട്ട് കൊടുക്കാവുന്നതാണ്. പുളിച്ച കഞ്ഞിവെള്ളത്തിൽ പഴത്തൊലി ഇട്ട് വെച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ്. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. നന ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ കൊടുക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചാരമാണ്. ചാരത്തിൽ നന്നായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. മാസത്തിൽ ഒരിക്കൽ ഇതുപോലെ മണ്ണ് ഇളക്കി മാറ്റിയിട്ട് ചാരം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ഒരു ചെടിച്ചട്ടിക്ക് കണക്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം നന്നായി നേർപ്പിച്ചതിന് ശേഷം അതിലൊരു സ്പൂൺ ചാരമിട്ട് കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എല്ലുപൊടി ഫോസ്ഫറസ് ആയതിനാൽ ഇത് വേരുകൾക്ക് ബലപ്പെടാനും കൂടുതൽ പൂക്കൾ ഉണ്ടാക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്ത് പുളിപ്പിച്ച ശേഷം 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടിയിൽ ധാരാളം നൈട്രജൻ ആയതുകൊണ്ട് ഇപ്പോൾ പൂക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉള്ളിത്തൊലി 2 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പൊട്ടാസ്യം ലഭിക്കാൻ സഹായിക്കും.
അതുപോലെ തന്നെ മുട്ടത്തോട് ഉണക്കി പൊടിച്ചിട്ട് ചെടിയുടെ കടക്കിലിട്ട് കൊടുക്കുകയും ചെയ്യാം.